ശ്രീ നൌഷാദ് അലി, വയനാട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ലോക്സഭാ മണ്ഡലമായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമാണ്. അതിൻ്റെ ഭാഗത്താണ് ഇത്ര വലിയ ഈ ദുരന്തം ഉണ്ടായത്. നമ്മൾ ആ ദുരന്തത്തിൻ്റെ 5ാമത്തെ മാസത്തിലാണ്. ഈ 5ാമത്തെ മാസത്തിലും ഇത്ര വലിയ ഒരു ദുരന്തം നടന്നിട്ട് ഒരു കേന്ദ്ര സഹായവും കിട്ടിയിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ സമാനമായിരുന്നില്ല സാഹചര്യം. പലയിടത്തും അർഹമായതും അതിൽ കൂടുതലും ഫണ്ട് കേന്ദ്രം ചെലവഴിക്കുന്നത് കണ്ടു. പക്ഷെ കേരളത്തോട് മാത്രം എന്താണ് ഇങ്ങനെ എന്ന ഒരു വികാരം കോൺഗ്രസിനില്ലേ? നിശ്ചയമായിട്ടും അഭിലാഷേ, ഈ വികാരം ആദ്യമായിട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും പുറത്തുമൊക്കെ പ്രകടിപ്പിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഞാനിവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യം, ഇവിടെ അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറയുന്നത് നമ്മൾ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചില്ല, അല്ലെങ്കിൽ വൈകി, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ അപേക്ഷകൾ നമ്മൾ കൃത്യമായിട്ട് സമർപ്പിച്ചില്ല, വൈകി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ കേരളം ഇവ രണ്ടും സമർപ്പിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ. ഇവിടെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റൻസിൻ്റെ രേഖകൾ 580-ലധികം പേജുകളുള്ളതായിട്ടാണ് കേരളം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടും ഇവർ കേരളത്തോട് ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ സെൻട്രൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു ഗൈഡ് ലൈനിലുമുള്ള ഒരപേക്ഷയും കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ വളരെ ദ്രുതഗതിയിൽ ആന്ധ്രക്ക് 3000-ലധികം കോടി രൂപ ഇവർ കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ബീഹാറിന് 12,000 കോടിയോളം രൂപ കൊടുക്കുന്നത് കാണുന്നു. സമാനമായിട്ട് ത്രിപുരക്കും തമിഴ്നാടിനും സിക്കിമിനും കേരളത്തിലെ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഒരു തരത്തിലുള്ള രേഖയും സമർപ്പിക്കുന്നതിന് മുമ്പ് അവിടേക്ക് സഹായം എത്തുമ്പോൾ ഇവിടെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും ഈ സഹായമില്ലാതെ ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പിള്ള മോഡൽ പ്രസംഗമൊക്കെ വല്ലവരും നടത്തിയാൽ അതിനൊന്നും യാതൊരു അത്ഭുതത്തിനും അവകാശം ഇനിയുള്ള കാലത്ത് ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നത്, ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലൊരു നീതിബോധമില്ലാത്ത, ന്യായവിചാരമില്ലാത്ത, അന്ധമായ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന, ഇനി കേരളത്തിലെ BJP നേതാക്കൾക്ക് പോലും പോയി പറയാനുള്ള ഒരു പഴുതുപോലും ഇല്ലാത്ത വണ്ണം കൊട്ടിയടക്കപ്പെട്ട വാതിലുമായി കഴിയുന്ന ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവരിത്തരത്തിൽ പെരുമാറുമ്പോൾ അവർ തന്നില്ല എന്ന് കരയുന്നതിന് പകരം നമുക്ക് സാധ്യമാകുന്ന നടപടികളും മാർഗങ്ങളും ഇവിടെ കൈക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അമാന്തം കാണിക്കരുത് എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ സംസ്ഥാനത്തെയും തോണ്ടിപ്പോകുന്നു എന്ന് നിങ്ങൾ അർത്ഥമാക്കരുത്. ഞാൻ രാഷ്ട്രീയം കലർത്താതെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിൽ വലിയ തുകയുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റൊരുപാട് NGOകളും ഒക്കെ പിരിച്ചെടുത്ത തുകകൾ കയ്യിലുണ്ട്. കർണാടക സർക്കാരിൻ്റെ 100 വീടുകളുടെ വാഗ്ദാനമുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നടത്താത്തതുകൊണ്ട് കർണാടക വീണ്ടും എഴുതി ചോദിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് മാത്രം 10 ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന് ചെലവ് കണക്കാക്കിയാൽ 1000 വീടെടുത്തു കൊടുക്കാൻ പര്യാപ്തമായ തുക അവർ പിരിച്ച് അത് ചെലവഴിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ മാർഗനിർദ്ദേശം കാത്തു നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 100 വീടിൻ്റെ ഓഫറുണ്ട്, കർണാടകയുടെ ഓഫറുണ്ട്. അപ്പം ഈ വീടുകൾക്കൊക്കെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് നൽകിക്കൊള്ളാം എന്നാണ് സർക്കാർ പറയുന്നത്. ഇതുവരെ അതിനകത്ത് നടപടി ആയിട്ടില്ല. സ്ഥലമേറ്റെടുപ്പ് ഒരു നിയമക്കുരുക്കിൽ പെട്ടതുകൊണ്ടാണല്ലോ ഇപ്പോ രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ലീഗിനാണെങ്കിലും മറ്റ് NGOകൾക്കാണെങ്കിലും കർണാടക സർക്കാരിനാണെങ്കിലും അവർ വാഗ്ദാനം ചെയ്ത തുക അവിടെ ചെലവഴിക്കാൻ കഴിയാതിരിക്കുന്നത്. അത് നിശ്ചയമായും ആ നിയമക്കുരുക്കുകൾ നീങ്ങും. സർക്കാർ അത് ഉടനടി അതിൻ്റെ പ്രശ്നപരിഹാരം നടത്തുമെന്ന് വിചാരിക്കാം. ശരി, ഞാൻ ആ പോയിന്റ് എടുത്തു. അപ്പോഴും ശരി, നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ പണം പിരിച്ചും സഹായം വാങ്ങിയും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. കേന്ദ്ര സർക്കാർ ഇവിടെ നിന്ന് നികുതി പിരിക്കുന്നുണ്ടല്ലോ സാർ. ഇവിടേക്ക് നമ്മുടെ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ലല്ലോ. നമ്മുടെ നികുതി പിരിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പണം പിരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അർഹമായത് കിട്ടുക എന്നുള്ളതും പ്രധാനമല്ലേ?
അല്ല, ഒരു തർക്കവും അതിനകത്തില്ലല്ലോ. ഞാൻ ഇവിടെ ഈ പിന്നെ സ്ഥലമെടുപ്പിന്റെ കാര്യം പറഞ്ഞത്, എല്ലാ NGO-കളും പാർട്ടികളും ഒക്കെ ഞങ്ങൾ തന്നെ സ്വയം സ്ഥലം കണ്ടെത്തി വീട് പണിതോളാം, സർക്കാർ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സർക്കാർ അത് കേട്ടിട്ടില്ല. അത് കേൾക്കണമായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് അനന്തമായി നീണ്ടുപോകേണ്ട കാര്യമല്ല. ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കാൻ എന്ത് വേണമോ അത് ചെയ്യണം. അതിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കാൻ കൂടി ഞാൻ എൻ്റെ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിലപ്പുറമൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ രാജ്യത്തെ തന്നെ കഷ്ണം കഷ്ണമായി വിഭജിക്കാനും, മതത്തിൻ്റെ പേരിൽ ധ്രുവീകരിക്കാനും, പ്രാദേശികമായി വിഭജിക്കാനും, ഭാഷയുടെ പേരിൽ അന്യവൽക്കരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന, പല കഷ്ണങ്ങളായി പല കുടത്തിലിട്ട് അടച്ചു വെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആളുകളാണ്. ഇവരെടുത്ത് നിന്ന് നമ്മൾ ഇതിലപ്പുറം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ മുൻകാല ചരിത്രമൊക്കെ നമ്മോട് വിളിച്ചോതി തരുന്നത്. ഇവരെ നമ്മളെ സഹായിച്ചാൽ മാത്രമാണ് ഞാൻ അത്ഭുതം കാണുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള ആവലാതിയൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അവരങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ BJPയുടെ പ്രതിനിധി ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് ഏക ന്യായവാദം എന്താ, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നത് പോലെ കേരളത്തിനും വർഷത്തിലെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊരു വിഹിതം കിട്ടുന്നു, ആ കിട്ടുന്നത് കേന്ദ്രമല്ലേ തരുന്നത്, അത് വെച്ച് ചെയ്തൂടെ എന്നാണ് അദ്ദേഹമൊക്കെ ചോദിക്കുന്നത്. ഇതുപോലെയൊക്കെയുള്ള ബധിരകർണങ്ങളുമായി നടക്കുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? നമുക്ക് ആനുപാതികമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിനും കിട്ടുന്ന തുക മാത്രമേ കിട്ടുന്നുള്ളൂ. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. നമ്മളിവിടെ നിന്ന് പിരിച്ചു കൊടുക്കുന്ന നികുതി അവര് മൊത്തം വരുമാനത്തിന്റെ ഭാഗമായിട്ട് വിഹിതമായി ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച് വകയിരുത്തി കിട്ടുന്ന തുകയാണ്. അതൊക്കെ ഔദാര്യമാണ്, കേന്ദ്രം തരുന്നതാണെന്നൊക്കെ കരുതി സമാധാനിച്ച് ന്യായീകരിക്കുന്ന ആളുകളോടൊക്കെ എന്ത് പറയാനാണ്? എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ BJP ഉൾപ്പെടെയുള്ള മുഴുവൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഈ അന്യായത്തിനെതിരെ ശബ്ദിക്കണം. BJPക്കാർ ഇങ്ങനെ ഈ വിഷയത്തിലും കേന്ദ്രത്തെ ന്യായീകരിച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വട്ടപൂജ്യമാകരുത്. സുരേഷ് ഗോപിയെ പോലെ കൈ രണ്ടും കുലുക്കി ആംഗ്യം കാണിച്ചിട്ട് വിഡ്ഢിവേഷം കെട്ടരുത്. കാരണം മലയാളിക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്ന് ഈ BJPക്കാരെ മനസ്സിലാക്കണം. ഏതായാലും ഇതൊക്കെ രാജ്യത്തിന്റെ ഫെഡറൽ വ്യവസ്ഥിതിക്ക് ഗുരുതരമായ ഹാനി വരുത്തുന്നതാണ്. ഈ രാജ്യത്തിന്റെ ഒരു യൂണിയൻ എന്ന സങ്കല്പത്തിന് തന്നെ വലിയ പോർലേൽപ്പിക്കുന്നതാണ്. ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്.